എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ വരുന്ന. അപ്പോൾ ഫ്ലൂയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി പറയാറുള്ളത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നുകിൽ ഗ്യാസ് ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്, എ ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് capable of flowing. ഓക്കെ, ഫ്ലോ ചെയ്യുന്ന ആളാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ എന്തിനെ പറ്റി പറയുന്നത്, ലിക്വിഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ളതാണ് ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇനി ചിലർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ എന്നും കൂടെ പറയും വേപ്പർ ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്യാസസിനെ പറ്റി നമുക്കറിയാം നോ ഡെഫിനിറ്റ് വോളിയം ആണ്. കാരണം ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതായത് മോളിക്യൂൾസ് തമ്മിൽ വളരെ അകലെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രഷർ കൊടുത്താൽ ഇവർ വേണമെങ്കിൽ കുറച്ച് അടുത്തേക്ക് വരും. ഓക്കെ, അതല്ലെങ്കിൽ അവർ ഇഷ്ടം പോലെ ഡിഫ്യൂസ് ചെയ്തെന്നറിയും. ഓക്കെ, അപ്പോൾ അതിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 1 ലിറ്ററിലേക്ക് എടുത്ത ഗ്യാസ് ഞാൻ 2 ലിറ്ററിലേക്ക് വേണമെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, 1 ലിറ്ററിലുള്ള ഗ്യാസ് എനിക്ക് 2 ലിറ്ററിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 1 ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ ആ ഗ്യാസ് നിൽക്കുമ്പോൾ വോളിയം 1 ലിറ്റർ ആയിരിക്കും. 2 ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ ആ ഗ്യാസ് നിൽക്കുമ്പോൾ വോളിയം 2 ലിറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് നോ ഡെഫിനിറ്റ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്യാസ് വിൽ കംപ്ലീറ്റ്ലി ഫിൽ എനി വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആൻഡ് ദെർഫോർ ഡസ് നോട്ട് ഹാവ് എ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസും ഇല്ലാത്ത ഒരാളാണ് ഗ്യാസ്. കാരണം എന്താണ്, ഗ്യാസ് ഏത് വെസലിലാണോ എടുക്കുന്നത് അവിടെ കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കും. ഓക്കെ, ഇനി ലിക്വിഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലിക്വിഡിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലേ. ഞാൻ കടയിൽ പോയാൽ 1 ലിറ്റർ വെളിച്ചെണ്ണ വേണം അല്ലേ, 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ, നമുക്ക് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ളതെന്ന് വെച്ചാൽ ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എന്തുണ്ട്, മോളിക്കുലാർ അട്രാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫ്രീ സർഫസും ഉണ്ട്. ഓക്കെ, ഫോർ ലിക്വിഡ്സ് എ ഫ്രീ സർഫസ് ഈസ് ഫോംഡ് ഇഫ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ലിക്വിഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താലും മതി, ഞാനൊരു കണ്ടെയ്നർ എടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ എനിക്ക് വാട്ടറിൻ്റെ ലെയർ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രീ സർഫസ് ഉണ്ട്. ഓക്കെ, ഫോർ ലിക്വിഡ്സ് എ ഫ്രീ സർഫസ് ഈസ് ഫോംഡ്. ഓക്കെ, ഇഫ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ലിക്വിഡ് അല്ലേ. ഞാൻ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിൽ കുറച്ച് വോളിയം ഓഫ് ലിക്വിഡ്, അതായത് ഇപ്പോൾ 1 ലിറ്ററിൽ ഞാനിത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് നിറച്ചിട്ടില്ല, കുറച്ച് വരെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും, ഇവിടെ ഒരു മുകളിൽ ഒരു ഫ്രീ സർഫസ് കാണാൻ പറ്റും. ഇനി ഇതല്ലാതെ നമ്മൾ ഫ്ലൂയിഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് വാപ്പേഴ്സും ഉണ്ടാവാം. ഇറ്റ് ഈസ് എ ഗ്യാസ് ഹൂസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സച്ച് ദാറ്റ് ഇറ്റ് ഈസ് വെരി നിയർലി ടു ലിക്വിഡ് സ്റ്റേറ്റ്. ശരിക്കും അതൊരു ഗ്യാസാണ്, പക്ഷേ അത് അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും നോക്കുകയാണെങ്കിൽ നിയർലി ടു ലിക്വിഡ് സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ പറയാം നമ്മളുടെ ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഒരു ഗ്യാസിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഒരു ലിക്വിഡിനെ എടുത്താൽ നമുക്ക് ഹീറ്റ് ചെയ്താൽ അയാൾ ഗ്യാസാവും. ഓക്കെ, അതേപോലെ ഗ്യാസിനെ തണുപ്പിച്ചാൽ അയാൾ ലിക്വിഡാവും. ഇതെന്തിൻ്റെ കേസാണ്, ടെമ്പറേച്ചറിൻ്റെ കേസാണ്. അതായത് ലിക്വിഡിലേക്ക് ഞാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അയാൾ ഗ്യാസാവും, ഗ്യാസിൽ നിന്ന് ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അയാൾ ലിക്വിഡാവും. ഇതല്ലാതെ ഒരു പ്രോസസ്സുണ്ട് അല്ലേ. അതായത് ഗ്യാസിലേക്ക് ഞാൻ പ്രഷർ കൊടുത്താൽ അയാൾ എന്താവും, ലിക്വിഡാവും. ഓക്കെ, പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നതാണ് കംപ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രഷറൊക്കെ എത്തുമ്പോൾ ഇതെന്താവാൻ തുടങ്ങും, ഗ്യാസ് ലിക്വിഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അതേപോലെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് ലിക്വിഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ശരിക്കും പറയാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ എന്നൊക്കെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാപ്പേഴ്സ് എന്നും പറയാറുണ്ട്. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെ എനിക്ക് ഒരു ഗ്യാസിനെ ലിക്വിഡാക്കാൻ പറ്റും.
ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെ എനിക്ക് ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 35 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ. 35 ഡിഗ്രീൻ്റെ താഴെ വെച്ചിട്ട് ഞാൻ ഗ്യാസിനെ കംപ്രസ് ചെയ്താൽ എനിക്ക് ലിക്വിഡായിട്ട് മാറും. അന്നേരം അതിനെന്തുണ്ടാവും? ചിലപ്പോൾ വാപ്പർ ഉണ്ടാവും. ഓക്കെ, അതായത് ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെരി നിയർലി ടു ലിക്വിഡ് സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഒരു ഇൻഫോർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ബേസായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? എനിക്ക് ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡോ ആവാം. ഓക്കെ, അപ്പോൾ ജനറലി വി ക്യാൻ സേ ദാറ്റ് മാറ്റർ കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേറ്റ്സ്. അതായത് സോളിഡും ഫ്ലൂയിഡും എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്സിൽ നിർത്താം അല്ലേ. ഫ്ലൂയിഡിൽ ആരൊക്കെ വന്നു? ലിക്വിഡും വന്നു, ഗ്യാസും വന്നു. ഓക്കെ, the fluid move and deform continuously as long as the shear stress is applied. അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ, ഫ്ലൂയിഡിന് മുകളിലേക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് ഡിഫോർമേഷൻ നടക്കും, അപ്പോൾ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നേരെ മറിച്ച് സോളിഡിൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ഷിയർ സ്ട്രെസ് ബൈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ വൈൽ എ ഫ്ലൂയിഡ് കനോട്ട്. ഓക്കെ, സോളിഡിൻ്റെ കേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ഫ്ലൂയിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്ത് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ് അപ്ലൈഡ് ടു എ ഫ്ലൂയിഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് വെരി സ്മോൾ വിൽ റിസൾട്ട് ഇൻ മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, ഞാനൊരു സ്ട്രെസ്സ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഷിയർ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫ്ലൂയിഡ് എന്ത് സംഭവിക്കും? ഒഴുകാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് ഫ്ലൂയിഡിൽ ആരൊക്കെ വന്നത്? ഗ്യാസും ലിക്വിഡും. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൽ ശരിക്കും 2-3 പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലൂയിഡിൽ പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കൈനമാറ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്റ്റാണ്. ഓക്കെ, റെസ്റ്റിലുള്ള നമ്മളുടെ ഫ്ലൂയിഡിൻ്റെ സ്റ്റഡിയാണ്. ഇനി അടുത്തത് ഡൈനാമിക്സ് ആയാലും കൈനമാറ്റിക്സ് ആയാലും ഫ്ലൂയിഡ് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കത്തില്ല, മോഷനിലായിരിക്കും. പക്ഷേ ഞാൻ ഫോഴ്സസ് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ പറയുന്നതാണ് ഡൈനാമിക്സ്. ഫോഴ്സസ് കൺസിഡർ ചെയ്യാത്തപ്പോൾ അയാൾ പറയുന്നതാണ് കൈനമാറ്റിക്സ്. ഓക്കെ, സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ റെസ്റ്റിലുള്ള കേസാണ്, ഡൈനാമിക്സ് ആയാലും കൈനമാറ്റിക്സ് ആയാലും ഫ്ലൂയിഡ് മോഷനിലുള്ള കേസാണ്. ഓക്കെ, ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ രണ്ടും. പക്ഷെ പ്രത്യേകത എന്താ? ഡൈനാമിക്സിൽ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യും, കൈനമാറ്റിക്സ് ആണെങ്കിൽ പ്രഷർ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി ഇതൊന്ന് ഓർത്ത് വയ്ക്കണേ. നമുക്ക് ഇത് കഴിഞ്ഞ റെയ്നോൾഡ്സ് നമ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസ് മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി 0 ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് വിസ്കോസിറ്റി 0 ആണ്. വിസ്കോസിറ്റി എന്താണെന്നൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാം, പക്ഷെ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മൾ ഫ്ലൂയിഡിൽ നമ്മൾ പറയാറുള്ള 2 ആൾക്കാരാണ് ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡിൽ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം വിസ്കോസിറ്റി 0 ആണ്. വിസ്കോസിറ്റി 0 ആണ്, സർഫസ് ടെൻഷനും 0 ആണ്, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയാണ്. കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ആണെങ്കിൽ ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ, ഇത്രയും പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഐഡിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി 0 ആണ്, കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയാണ്. കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻകംപ്രസിബിൾ. റിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? കംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. അവിടെ ഡെഫിനിറ്റ് വിസ്കോസിറ്റി ഉണ്ടാവും, സർഫസ് ടെൻഷനും ഉണ്ടാവും. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ്. ഓക്കെ, വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ, റിയൽ ലൈഫിൽ എല്ലാത്തിനും കുറച്ച് വിസ്കോസിറ്റി ഉണ്ട്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു മോഡലാണ് അല്ലേ, നമുക്ക് ക്ലാസ്സിലൊരു മാതൃകയായിട്ട്. പക്ഷേ എപ്പോഴും അത് മോഡൽ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും നമുക്കൊരു മോഡൽ വെക്കാം അല്ലേ. ഇന്ന് ഞാനിതൊക്കെ പഠിച്ച് തീരും, നാളെ അതൊക്കെ പഠിച്ച് തീരും, മറ്റന്നാൾ ഇതൊക്കെ പഠിച്ച് തീരും അല്ലേ, ഇന്ന് ഇത്രയും ചാപ്റ്റർ തീരും അല്ലേ. നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണ പോലെ ഒരു ഐഡിയൽ എന്താ പറയുക മോഡലാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി 0 ആയിട്ട് നമ്മൾ പറയുന്ന ആളാണ് ഐഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമുക്ക് മാസ് ഡെൻസിറ്റി ഉണ്ട്, വെയ്റ്റ് ഡെൻസിറ്റി ഉണ്ട്, പിന്നെ സ്പെസിഫിക് വോളിയം ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, പിന്നെ വിസ്കോസിറ്റി ഉണ്ട്, എന്താണ് കോയിഷൻ അഡിഷൻ, സർഫസ് ടെൻഷൻ ഉണ്ട്, കാപ്പിലാരിറ്റി ഉണ്ട്, അതേപോലെ തന്നെ കംപ്രസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. ഫസ്റ്റ് വണ് ഡെൻസിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് മാസ് ഡെൻസിറ്റി.
അതിന് പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക് മാസ്. എന്ന് വെച്ചാൽ മാസ് പെർ യൂണിറ്റ് വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ ഡിനോട്ട് ചെയ്യുക റോ ആണ്. റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, ദെൻ ഞാനിവിടെ യൂണിറ്റ് എഴുതിയില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയം മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ രണ്ടാമത്തെ കേസ് വെയ്റ്റ് ഡെൻസിറ്റി. സോ വെയ്റ്റ് ഡെൻസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ മാസ് ബൈ വോളിയം ആയിരുന്നെങ്കിൽ ഇവിടെ വെയ്റ്റ് ബൈ വോളിയം ആണ്. അവിടെ മാസ് ബൈ വോളിയം ആയിരുന്നെങ്കിൽ ഇവിടെ വെയ്റ്റ് ബൈ വോളിയം ആണ്. അതേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനെ സ്പെസിഫിക് മാസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇയാളെ സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് വെയ്റ്റും മാസ് തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ അത് അയാളെ പറയുന്ന പേരാണ്, നമ്മൾ ഫിസിക്സിൽ പഠിക്കും, വെയ്റ്റ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, വെയ്റ്റ് ബൈ വോളിയം. അപ്പോൾ വെയ്റ്റ് ബൈ വോളിയം ഞാൻ ഒമേഗ എന്ന് കൊടുക്കുകയാണ്. വെയ്റ്റ് ബൈ വോളിയം. വെയ്റ്റ് എങ്ങനെ എഴുതുക? മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ വോളിയം. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡെൻസിറ്റി റോയാണ്. അപ്പോൾ റോ ഇൻറ്റു ജി ആണ് വെയ്റ്റ് ഡെൻസിറ്റി. അങ്ങനെയും ഒരു റിലേഷൻ എഴുതാം. ഓക്കെ, ഇനി യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ വെയ്റ്റിൻ്റെ യൂണിറ്റ് മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ എം ജി, യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ് അല്ലേ? പണ്ട് നമ്മൾ +2 പഠിക്കും. ഓക്കെ, ന്യൂട്ടൺ ആണ്. വെയ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ന്യൂട്ടൺ ആണ്. ഫോഴ്സുമായിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുക, ന്യൂട്ടൺ ആണ്. ഇനി വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇനി ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം കിലോഗ്രാം എന്താ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ് വരും. അപ്പോൾ മീറ്ററും മീറ്റർ ക്യൂബും കട്ട് ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയർ വരും. അങ്ങനെയാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, അതായത് മീറ്റർ സ്ക്വയർ അടിയിലാണ് കിടക്കുന്നത്, സെക്കൻഡ് സ്ക്വയറും അടിയിലാണ് കിടക്കുന്നത്. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി വേറൊന്നാണ് സ്പെസിഫിക് വോളിയം. അതായത് നമ്മൾ ഡെൻസിറ്റീനെ നേരെ റെസിപ്രോക്കൽ വോളിയം പെർ യൂണിറ്റ് മാസിനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുക. ഓക്കെ, 1/ρ സ്പെസിഫിക് വോളിയം 1/ρ. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റേഷ്യോ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇതിൻ്റെ സിമ്പിൾ പ്രോബ്ലം ചോദിക്കുക. ഇപ്പോൾ എനിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് കെറോസിൻ എടുക്കുക. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ഓഫ് കെറോസിൻ എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരേ സ്ഥലത്ത് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയും അതായത് ജി എല്ലാവർക്കും സെയിം ആയിരിക്കും അല്ലേ? അതായത് വെയിറ്റ് ഡെൻസിറ്റിക്കുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഏത് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് സാധാരണ എടുക്കുക ആരാണ്? വാട്ടറാണ്. ഓക്കെ, ലിക്വിഡിൻ്റെ കേസ് ആണെങ്കിൽ വാട്ടർ. ഇനി ഗ്യാസിലേക്ക് പോവുകയാണെങ്കിൽ എയർ. ഓക്കെ, അപ്പോൾ ഇതിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു മാസ് ഓഫ് ഫ്ലൂയിഡ് അല്ല, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇവിടെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഓക്കെ അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ആരാ? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഞാനിപ്പോൾ കെറോസിൻ്റെ കേസാണ് എടുക്കുന്നത് വിചാരിച്ചു. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ എന്ന് വെച്ചാൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, മാസ് ഡെൻസിറ്റി ഇൻറ്റു ജി. അപ്പോൾ മാസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. സോ ജിയും ജിയും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? ഡെൻസിറ്റി, സാധാ ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ. ഓക്കെ, ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ സാധാരണ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ
നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ് 1000 kg/m³. ഒന്ന് പഠിച്ചു വെക്കണേ. സാധാരണ PSCക്ക് ചോദിക്കുന്ന ഒരാളാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നല്ല ചോദിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് തരും? ഡെൻസിറ്റി ഓഫ് കെറോസിൻ തരും. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് കെറോസിൻ 750 kg/m³ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടില്ലെങ്കിൽ 750/1000 ചെയ്യുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0.78. ഇനി തിരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ എനിക്ക് തന്ന് 0.78. മാസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ഗ്രാവിറ്റി എനിക്ക് തന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് കെറോസിൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 0.78 ഇൻറ്റു 1000 ചെയ്താൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ കിട്ടുമെന്ന് വെച്ചാൽ 780 kg/m³. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം വെയിറ്റ് ഡെൻസിറ്റിയാണ് ഡെഫിനിഷൻ പറയുന്നതെങ്കിലും നമുക്ക് ജി സെയിം ആണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് വെച്ച് ചെയ്യും? മാസ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്, ഏതിൻ്റെയാണോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മാസ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് റഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ ലിക്വിഡിൻ്റെ കേസിൽ ആരെടുക്കുക? വാട്ടറിനെയാണ് എടുക്കുക. ഓക്കെ, അതിൻ്റെ വാല്യൂ 1000 kg/m³. ഇനി വിസ്കോസിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്ന ആൾ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഇതിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, നമ്മളൊരു ഫ്ലോ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഡിറ്റർമൈൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഷിയറിംഗ് സ്ട്രെസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷിയറിംഗ് സ്ട്രെസ് കൊടുക്കുമ്പോൾ ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഡിറ്റർമൈൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഷിയറിംഗ് സ്ട്രെസ്. അതായത് ഞാൻ സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾ. സോ വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഷിയർ ഓർ ആംഗുലാർ ഡിഫോർമേഷൻ. ഓക്കെ, അതായത് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡിഫോർമേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫ്ലോ സംഭവിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾ. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു കൊഹിഷൻ. ഓക്കെ, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. മെയിനായിട്ട് നമ്മൾ പറയാം കൊഹിഷനും ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസും ആണ്. അഡീഷനും കൊഹിഷനും നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, കൊഹിഷനും ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസും ആണ്. അപ്പോൾ വിസ്കോസിറ്റി കുറയുകയാണെങ്കിൽ അതിന് മീനിങ് അയാൾക്ക് ഈസി ആയിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിന് പറയുന്നതാണ് ഫ്ലൂയിഡിറ്റി. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് വിസ്കോസിറ്റി ആണ് എന്ത്? ഫ്ലൂയിഡിറ്റി. ഓക്കെ, വിസ്കോസിറ്റി കുറയുകയാണെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡ് വിച്ച് ഹാസ് നോ റെസിസ്റ്റൻസ് ടു ഷിയർ ഇസ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിന് ഒരു റെസിസ്റ്റൻസും ഇല്ല, അങ്ങനെയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞോ ഐഡിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി 0 അല്ലേ? സോ വിച്ച് ഹാസ് നോ റെസിസ്റ്റൻസ് ടു ഷിയർ, ഓക്കെ, നോ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ ആരായിരിക്കും? ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കും. അല്ലെങ്കിൽ അയാൾ പറയുന്നതാണ് ഇൻവിസിഡ് ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻവിസിഡ് ഫ്ലൂയിഡ്. ഓക്കെ, ലിക്വിഡിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. ഇപ്പോൾ ഞാനൊരു ഓയിൽ, ഓക്കെ, അയാൾ ഒഴുകുമ്പോൾ മെല്ലിയാണ് ഒഴുകുന്നത്. ഞാനൊന്ന് ചൂടാക്കി കൊടുത്താൽ ഓയിൽ എങ്ങനെ ഒഴുകുക? പെട്ടെന്ന് ഒഴുകൂലേ? അല്ലേ? റെഡി അല്ലേ? നമ്മളിപ്പോൾ ഒരു ഓയിൽ എടുത്ത്, ഓക്കെ, അത് ഒഴുകുന്ന കേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോ റേറ്റ് കുറവായിരിക്കും. ഞാൻ ഒന്ന് ചൂടാക്കിയാൽ ഓയിൽ പെട്ടെന്ന് ഒഴുകൂലേ? അല്ലേ? നമ്മൾ കുഴമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പപ്പടം കാച്ചുമ്പോൾ, അല്ലെ പപ്പടം കാച്ചി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ പെട്ടെന്നായിരിക്കും ഒഴുകുക. എന്നുവെച്ചാൽ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഏതിൻ്റെ കേസ്? ഗ്യാസിൻ്റെ കേസ്. ഓക്കെ, വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഗ്യാസിൻ്റെ കേസ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഡിക്രീസസ് ആണ്, ഇവിടെയാണെങ്കിൽ ഇൻക്രീസസ് ആണ്. രണ്ടിലും ഡിഫറെൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഗ്യാസിൻ്റെ കേസിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് തന്നെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിലും പറയുന്ന ആൾ. വെൻ 2 ലെയർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് എ ഡിസ്റ്റൻസ് dy മൂവ് വൺ ഓവർ ദ അതർ അറ്റ് എ ഡിഫറെൻറ്റ് വെലോസിറ്റി u and u plus du, വിസ്കോസിറ്റി ടുഗദർ വിത്ത് റിലേറ്റീവ് വെലോസിറ്റി പോസസ് എ ഷിയർ സ്ട്രെസ് ആക്ടിങ് വിത്ത് ഫ്ലൂയിഡ് ലെയർ.
The top layer poses a shear stress on adjacent lower layer, while the lower layer causes a shear stress on adjacent top layer. അപ്പോൾ ഞാനൊരു മേശ എടുത്തു, ഒരു സർഫസ്, ഇതിന് മുകളിൽ കൂടെ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേശയുടെ സർഫസിൽ തട്ടുന്ന ഫ്ലൂയിഡിൻ്റെ ഒരു ലെയർ ഉണ്ടാവും, അതാണ് ഇതെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു ലെയർ ഉണ്ടാവും. അതായത് ഫ്ലൂയിഡിന് ഞാൻ 3-4 ലെയർ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഫ്ലൂയിഡ് മൊത്തത്തിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ മേശയായിട്ട് തട്ടുന്ന ഒരു ലെയർ ഉണ്ട്, ഏറ്റവും താഴത്തെ ലെയർ. അയാളുടെ ഡെൻസിറ്റി യു ആണെന്ന് വിചാരിച്ചു. അതിന് തൊട്ട് മുകളിലുള്ള ഫ്ലൂയിഡിൻ്റെ ലെയറിൻ്റെ വെലോസിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി, ഫ്ലൂയിഡ് ലെയറിൻ്റെ വെലോസിറ്റി കുറച്ചും കൂടെ കൂടും. അങ്ങനെ ഏറ്റവും മുകളിലെത്തുമ്പോഴായിരിക്കും വെലോസിറ്റി കൂടുതലുണ്ടാവുക. കാരണം എന്താ? ഞാൻ മേശയുടെ മുകളിൽ കൂടെ ഒഴുകുമ്പോൾ മേശയിൽ തട്ടുന്നുണ്ട് അല്ലേ, അപ്പോൾ അയാൾക്ക് വെലോസിറ്റി കുറവായിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിന് മേശേനെ തട്ടുന്നില്ല, തട്ടുന്ന ആൾ അതിൻ്റെ താഴെയുള്ള ആളാണ്. ഓക്കെ, ടോപ്പ് ലെയർ പോസസ് എ ഷിയർ സ്ട്രെസ് ഓൺ അഡ്ജസൻറ്റ് ലോവർ ലെയർ, വൈൽ ലോവർ ലെയർ കോസസ് എ ഷിയർ സ്ട്രെസ് ഓൺ അഡ്ജസൻറ്റ് ടോപ്പ് ലെയർ. ഓക്കെ, ന്യൂട്ടൺസ് തേർഡ് ലോ, ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക ഡെസ്കിൻ്റെ മുകളിൽ തട്ടുന്ന ആൾക്കാണ്, അയാൾക്കായിരിക്കും വെലോസിറ്റി കുറവ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾക്ക് വെലോസിറ്റി കുറച്ചും കൂടെ കൂടും. അങ്ങനെ ഫ്രീ സർഫസിലേക്ക് എത്തുമ്പോൾ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മൾ പൈപ്പിൽ കൂടെ ഫ്ലോ ശ്രദ്ധിച്ചോ? നമ്മൾ വീട്ടിലെ പൈപ്പിൽ കൂടെയുള്ള ഫ്ലോ ശ്രദ്ധിച്ചാൽ സെൻറ്ററിലായിരിക്കും വെലോസിറ്റി കൂടുതൽ. എന്തുകൊണ്ടാണ്? ഇവിടെയൊക്കെ ആരുണ്ട്? പൈപ്പിൻ്റെ വാളുണ്ട് അല്ലേ. പൈപ്പിൽ കൂടെ ഫ്ലോ നടക്കുമ്പോൾ സെൻറ്ററിലായിരിക്കും വെലോസിറ്റി കൂടുതൽ. സെൻറ്ററിൽ ഇവിടെയായിരിക്കും, സെൻറ്ററിലായിരിക്കും വെലോസിറ്റി കൂടുതൽ. കാരണം എന്താ? ഈ സൈഡിലൊക്കെ എന്തുണ്ട്? പൈപ്പിൻ്റെ വാളുണ്ട് അല്ലേ, അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ദെൻ സെൻറ്ററിലേക്ക് എത്തുന്തോറും അതിൻ്റെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ 2 ലെയർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഡിസ്റ്റൻസ് ഡി വൈ, അതായത് 2 ലെയർ ഞാൻ കൺസിഡർ ചെയ്യാണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി വൈ ആണ്. ഒന്നിൻ്റെ വെലോസിറ്റി യു ആണെങ്കിൽ മറ്റേതിൻ്റെ വെലോസിറ്റി യു പ്ലസ് ഡി യു ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ മേശേൻ്റെ കേസ് എടുത്ത് വിചാരിച്ചു, ഇവിടെ വെലോസിറ്റി കുറവാണ്, മുകളിലേക്ക് ഇങ്ങനെ കയറും തോറും, അതായത് ഇതൊരു ലെയർ, അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ, അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ, അങ്ങനെ ഫ്ലൂയിഡ് ഇത്രയും കട്ടിയിലാണ് ഒഴുകുന്നത്, ലിക്വിഡിന് ഇത്രയും കട്ടിയുണ്ട്. അപ്പോൾ ഇവിടെയാണ് വെലോസിറ്റി കുറവ്, ഇവിടെയാണ് വെലോസിറ്റി കൂടുതൽ. അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഒന്നിൻ്റെ വെലോസിറ്റി യു ആണ്, മറ്റേതിൻ്റെ വെലോസിറ്റി യു പ്ലസ് ഡി യു ആണ്. ഓക്കെ, ഇതെൻ്റെ വൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് മേശേൻ്റെ മുകളിൽ തൊട്ടുള്ള ലെയർ, അതിൻ്റെ തൊട്ട് മുകളിൽ ലെയർ, തൊട്ട് മുകളിൽ ലെയർ, അങ്ങനെ ടോട്ടൽ ഇത്രയും തിക്നെസ്സിൽ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഡി വൈ എടുത്തപ്പോൾ അവിടെയുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി യു ആണ്. ഓക്കെ, റെഡി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡി വൈ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള വെലോസിറ്റി ഡിഫറൻസ് നോക്കുമ്പോൾ വെലോസിറ്റി ഡിഫറൻസ് എന്താണ്? ഡി യു ആണ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു തിക്നെസ്. അതായത് എൻ്റെ ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ ആയിരിക്കും. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ കൊടുക്കുന്നതാണ് ടോ. then ഇവിടെ കൊടുക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ആര്? മ്യൂ. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ആ മ്യൂവിനെ പറയുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി. പഠിച്ചു വെക്കണേ, ആ മ്യൂവിനെ പറയുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. സോ എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് നമ്മൾ അടുത്ത് പഠിക്കും. ഓക്കെ, ഇവിടെ മ്യൂ ആണ് എൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ഓക്കെ, പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ഓർത്ത് വെക്കണേ. എസ് ഐ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതും അല്ലാതെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? മീറ്ററും മീറ്റർ സ്ക്വയറും കട്ടാവും, സെക്കൻഡ് സ്ക്വയറും സെക്കൻഡും കട്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ
ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇയാളും ആരാണ്? SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, വെറും വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്? ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ദ ടെർമിനോളജി വിസ്കോസിറ്റി ഈസ് ഓൾസോ കോൾഡ് ആസ് ആബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണേ. കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ചിലപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കില്ല, ഓപ്ഷൻ ഉണ്ടാവും. ഇനി CGS യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് പോയ്സ്. CGS എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. അപ്പോൾ 1 പോയ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയാൽ മതി. കിലോഗ്രാമിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? ഗ്രാം കൊടുക്കണം. മീറ്റർ ഇൻവേഴ്സിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കൊടുക്കണം. ദെൻ സെക്കൻഡിന് മാറ്റമൊന്നുമില്ല, സെക്കൻഡ് ഇൻവേഴ്സ്. സോ 1 പോയ്സ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 1 പോയ്സിനെ എങ്ങനെ പാസ്കൽ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. 1 പോയ്സ് ഈക്വൽ ടു 10⁻⁻1 പാസ്കൽ സെക്കൻഡ്. ഓക്കെ, അതായത് ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോൾ 10⁻³ ഉണ്ടാവും. സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനെയാണ് മാറ്റുന്നത്, അപ്പോൾ ഒരു 10⁻² ഉണ്ടാവും. അപ്പോൾ 10⁻³ 10⁻² കൂടി ചേർന്നാൽ 10⁻1 ഉണ്ടാവും. അത് മാത്രം പഠിച്ചാൽ മതി. 1 പോയ്സ് ഈക്വൽ ടു 10⁻1 പാസ്കൽ സെക്കൻഡ്. ഓക്കെ, 1 പോയ്സ് ഈക്വൽ ടു 10⁻1 എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് പാസ്കൽ സെക്കൻഡ്. ഓക്കെ, 1 പോയ്സ് ഈക്വൽ ടു 10⁻1 പാസ്കൽ സെക്കൻഡ്. ഇനി ഒരു വിസ്കോസിറ്റിയും കൂടെ പറഞ്ഞിട്ട് നിർത്താം. കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റീനെ ഞാൻ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്താൽ കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി, ദ റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. ഓക്കെ, തെറ്റിക്കരുതേ, നിങ്ങൾ ഓർത്താൽ മതി. ഡൈനാമിക് വിസ്കോസിറ്റിയിലും D ഉണ്ട്, ഡെൻസിറ്റിയിലും D ഉണ്ട്. ഡിയും ഡിയും വെട്ടിയപ്പോഴാണ് പുതിയ വിസ്കോസിറ്റി ഉണ്ടായത്, കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി D ഉണ്ട്, ദെൻ ഡെൻസിറ്റിയിലും D ഉണ്ട്. ഡിയും ഡിയും വെട്ടിയപ്പോൾ പുതിയ വിസ്കോസിറ്റി ഉണ്ടായി, അയാളുടെ പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഡൈനാമിക് വിസ്കോസിറ്റീനെ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യാം. SI യൂണിറ്റ് ഓർത്ത് വയ്ക്കുക, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്സ് ആണ്, എന്ന് വെച്ചാൽ മീറ്ററിന് പകരം സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്സ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? എന്തിൻ്റെ യൂണിറ്റാ? കൈനമാറ്റിക് വിസ്കോസിറ്റീൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. CGS സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്സ്. ഓക്കെ, സ്റ്റോക്സ്. ദെൻ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം വരണം അല്ലേ? വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്. സോ വെയിറ്റ് ഡെൻസിറ്റിനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ മാസ് ഡെൻസിറ്റീനെ അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജീനെ ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം വെയിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ ബോത്ത് A ആൻഡ് B. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഓപ്ഷനിലുണ്ട്, മാസ് ഡെൻസിറ്റിയും ഓപ്ഷനിലുണ്ട്. സോ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, കാരണം വെയിറ്റ് ഡെൻസിറ്റി മാസ് ഡെൻസിറ്റി ഇൻറ്റു G എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ബോത്ത് A ആൻഡ് B. ഫോർ എ ലിക്വിഡ് വിസ്കോസിറ്റി ജനറലി, ലിക്വിഡിൻ്റെ കേസാണ് എന്താ വരിക? ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ദ യൂണിറ്റ് ഓഫ് ഡൈനാമിക് ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഇതാ പാസ്കൽ സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ എന്ത് എഴുതാം? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഓക്കെ, ഇതൊന്നുമില്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് കൈനമാറ്റിക് വിസ്കോസിറ്റി? ഏതാ? കൈനമാറ്റിക് ആണ്.
കൈനമാറ്റിക് ആണ്. വിസ്കോസിറ്റീനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞില്ലെങ്കിൽ ആക്ച്വലി വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റീനെ ഇങ്ങനെ തന്നെ എടുത്തു പറയണേ, വെറും വിസ്കോസിറ്റി എന്ന് എടുത്തു പറയില്ല. ഡൈനാമിക് വിസ്കോസിറ്റീനെ ചിലപ്പോൾ വിസ്കോസിറ്റി എന്ന് മാത്രം പറയും. അങ്ങനെയാണെങ്കിലും വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണെന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, റെഡി അല്ലേ? വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് എന്താ? ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ എ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. വാട്ട് ഈസ് എസ് ഐ യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി? കൈനമാറ്റിക് വിസ്കോസിറ്റീൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ചോദിച്ചത്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. പാസ്കൽ സെക്കൻഡ് ഡൈനാമിക് വിസ്കോസിറ്റീൻ്റെ എസ് ഐ യൂണിറ്റ്. പോയ്സ് സി ജി എസ് ഏതിൻ്റെ? ഡൈനാമിക്കിൻ്റെ. കൈനമാറ്റിക് വിസ്കോസിറ്റീൻ്റെ സി ജി എസ് ആണ് സ്റ്റോക്സ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റീൻ്റെ സി ജി എസ് ആണ് പോയ്സ്, എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ ഗ്രാമിൽ പറയുന്ന ആൾ, പോയ്സ്. ദ സി ജി എസ് യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ്, ദെൻ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോക്സ്. സ്റ്റോക്സ്, ഓക്കെ, സ്റ്റോക്സ്. 1 സ്റ്റോക്സ് ഈക്വൽ ടു ഹൗ മെനി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്? 1 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇതിനെ മീറ്റർ സ്ക്വയർ ആക്കണം. ഓക്കെ, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻² മീറ്റർ ആണ് അല്ലേ? തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്, എന്ന് വെച്ചാൽ 10⁻² സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ 10⁻² മീറ്റർ ആയിരിക്കും. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻²ൻ്റെ സ്ക്വയർ ചെയ്യണം. നമുക്കറിയാം a⁻x പവറിൽ y വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? a⁻x y ആണ് ചെയ്യുക. അപ്പോൾ 10⁻²ൻ്റെ പവറിൽ 2 എന്നാൽ -2 × 2 എന്ന് പറയുമ്പോൾ 10⁻⁴. ഓക്കെ, 10⁻⁴ ആണ്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആക്കണം. സോ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² സെൻറ്റിമീറ്റർ സ്ക്വയർ വരുമ്പോൾ -2ൻ്റെ പവറിൽ 2, സോ 10⁻⁴. ഓക്കെ, ഇഫ് ദ മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് 800, ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ്. മാസ് ഡെൻസിറ്റിയെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് ആര് പിടിക്കുക? വാട്ടറിനെ പിടിക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാസ് ഡെൻസിറ്റി തന്ന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചാൽ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഫ്ലൂയിഡ് എന്നല്ലേ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ലിക്വിഡായിട്ട് എടുത്ത് ഗ്യാസ് ആയിക്കൂടെ? നിങ്ങൾ ഓർത്താൽ മതി, ഈ 800ഉം 900 ഒക്കെ ലിക്വിഡിനെ വരത്തുള്ളൂ. ഗ്യാസിനാണെങ്കിൽ എന്താ 1, 2 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഡെൻസിറ്റി. ഓക്കെ, ലിക്വിഡിനാണ്, അതായത് വാട്ടറിന് 1000 ഉണ്ട്. ഓക്കെ, സോ ഹൈ വാല്യൂ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ കേസാണ് ഡെൻസിറ്റി. അപ്പോൾ മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് 800. സോ നമ്മൾ റെഫറൻസ് ആയിട്ട് ആരെ എടുക്കുക? വാട്ടറിനെ എടുക്കുക. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000. 800/1000 എത്ര വരും? 0.8. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 0.8. ഞാൻ തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എത്ര? ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും 1.5. ഓക്കെ, സോ ഇൻറ്റു 1000 ചെയ്യുക. 1.5 × 1000 എന്താ വരിക? 1500. ഓക്കെ, 1500. റെഡി അല്ലേ? 1.5 × 1000. 1000 വരുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ആൻസർ ചെയ്തിരിക്കുന്നത്. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ നോർമലി 1000 ആണ് എടുക്കുക. ഓക്കെ, ടെമ്പറേച്ചർ മാറിയാൽ ശരിക്കും ഡെൻസിറ്റി മാറും. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് 1000 തന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എടുക്കാം. സോ 1.5 × 1000 1500 ആണ് ആൻസർ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നതിന് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും, അല്ലാത്തതിനെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.